നമസ്കാരം. 10 വർഷക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹം ഏതാണ്ട് 18 വർഷക്കാലം CPM-നെയും 10 വർഷക്കാലം കേരളത്തിൻ്റെ ഭരണത്തെയും തൻ്റെ കൈവെള്ളയിൽ ഒതുക്കി ഭരണവും പാർട്ടിയും തൻ്റെ പിടിയിൽ അമർത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ CPM-ൽ അപ്രമാദിത്വത്തോടുകൂടി വാണരുളിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ മകൾ CMRL എന്ന ഒരു കമ്പനിയിൽ നിന്നും 1,72,00,000 കോഴ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാസപ്പടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവാദം മാത്യു കുഴൽനാടൻ MLA അടക്കം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. അന്ന് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ വിവരം സൂചിപ്പിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്. വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ പറയരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേർ പറഞ്ഞുകൊള്ളണം. എൻ്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ കൈവെള്ള ഉയർത്തി കാണിക്കുകയും എൻ്റെ മടിയിൽ കനവില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരോട് വേണ്ട, നേർക്ക് നേർ പറയാം എന്നാണ് അന്ന് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1,72,00,000 രൂപ CMRL എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടിയായി വാങ്ങിയത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ സെറ്റിൽമെന്റ് റിപ്പോർട്ടിലാണ് ഉണ്ടായിരുന്നത്. ഇത് മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കുന്നതല്ല എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിന് GSTയും അടച്ചിട്ടുണ്ട് എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ കോഴപ്പണം വാങ്ങിയിട്ട് അതിന് GST അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കോഴപ്പണം അല്ലാതെ ആകുന്നത്, അഴിമതിപ്പണം അല്ലാതെ ആകുന്നത് എന്നാണ് മാത്യു കുഴൽനാടനും തിരിച്ചടിച്ചത്. എന്തായാലും ആ വാഗ്വാദങ്ങൾ നിയമസഭയ്ക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നില്ല, നിയമസഭയ്ക്ക് പുറത്തേക്കും വന്നു. പിന്നീട് 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് ഭരണം നഷ്ടമാകുന്നു, CPM-ന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ആ പഴയ കേസ്, മാസപ്പടി വിവാദം, ED അന്വേഷിച്ചിരുന്ന കേസ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CMRL സ്റ്റേ ചെയ്തിരുന്ന കേസ്, CMRL-ന്റെ ആ സ്റ്റേ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീക്കം ചെയ്തതോടുകൂടി പിറ്റേ ദിവസം രാവിലെ തന്നെ ED പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് റെയ്ഡിനെത്തുന്നു. മകൾ വീണ പിണറായി വിജയൻ എന്ന അച്ഛനൊപ്പം താമസിക്കുന്നതിനാൽ പിണറായി താമസിക്കുന്നിടത്ത് തന്നെയാണ് ED റെയ്ഡ് ഉണ്ടായത്. ED റെയ്ഡ് നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഇന്നോളം കാണാത്ത രീതിയിൽ CPM പ്രവർത്തകർ എല്ലാവരും വീടിന് പുറത്ത് തടിച്ചുകൂടി ED ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും അങ്ങനെയൊന്നും പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കേണ്ട, നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് EDയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ED റെയ്ഡ് നടത്തുന്ന വീട്ടിലേക്ക് ഹെൽമറ്റുകൾ ഊരി വലിച്ചെറിയുന്നു, വെള്ളം നിറച്ച കുപ്പികൾ ഊരി വലിച്ചെറിയുന്നു, അതുപോലെ തന്നെ വടിക്കമ്പുകൾ മറ്റും വലിച്ചെറിയുന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് 8.5 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും പ്രതിഷേധം കനത്ത് തന്നെ നിന്നു. ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ച കണ്ടു, അവർ സഞ്ചരിച്ച കാറ് തല്ലിപ്പൊളിക്കുന്ന കാഴ്ച കണ്ടു. ഇതിനെതിരെ വധശ്രമത്തിന് തന്നെയാണ് കേസെടുത്തത്. ഏതാണ്ട് 25ഓളം കണ്ടാലറിയുന്ന CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം എന്തിനാണ് CPM-കാർ സംഘടിച്ചെത്തിയത്, ആരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് സംഘടിച്ചെത്തിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും വരുന്നത്. മുഖ്യമന്ത്രിയുടെ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നല്ലാതെ പിണറായി വിജയന്റെ മകൾ എന്നല്ലാതെ CPM-മായി വീണ വിജയന് യാതൊരു തരത്തിലും ബന്ധമില്ല. CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വീണ വിജയൻ അംഗത്വമെടുത്തിട്ടില്ല നാളിതുവരെ. ഏതെങ്കിലും CPM-ന്റെ ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള വീണ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ തലമുതിർന്ന മുൻ മന്ത്രിമാരും എല്ലാം ഒരുമിച്ച് തെരുവിലിറങ്ങി യുദ്ധം ചെയ്തത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം വരുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും CMRL-ഉം തമ്മിൽ നടന്ന 2 കമ്പനികൾ തമ്മിൽ നടന്ന ഒരു വ്യവഹാരമാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ എൻ്റെ മകൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ലായല്ലോ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി നടന്ന ഇടപാട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കമ്പനി മറ്റൊരു വ്യക്തിയുടെ കമ്പനിയുമായി തമ്മിൽ നടന്ന സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് എന്തിനാണ് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്നത് എന്നാണ് അന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അങ്ങനെയെങ്കിൽ വീണ വിജയൻ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടേതായ ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നു. ആ കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റിൽ ബോർഡിൽ വന്ന ഒരു സെറ്റിൽമെന്റ് റിപ്പോർട്ട് പ്രകാരം ED അവരുടെ വീട്ടിലേക്ക് റെയ്ഡിനെത്തുമ്പോൾ കേവലം ഒരു വ്യക്തിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിന്, CPM-കാരിയല്ലാത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് CPM-ലെ മന്ത്രിമാരും CPM-ന്റെ മുൻ മന്ത്രിമാരും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധ ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ റോഡിൽ തടിച്ചുകൂടി EDക്കെതിരെ മുദ്രാവാക്യം മുഴുകി അവരെ പ്രതിഷേധിച്ചെന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഇനിയും മറുപടിയില്ല. അതായത്
വീണ വിജയന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതിന്റെ പേരിൽ വീണ വിജയനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അങ്ങനെ മകളിലൂടെ അച്ഛനെ ആക്രമിക്കുന്നു, അങ്ങനെ അച്ഛനിലൂടെ പാർട്ടിയെ തകർക്കാൻ വരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ വിജയന്റെ അക്കൗണ്ട് ED ഫ്രീസ് ചെയ്തപ്പോൾ അതിൽ 18 കോടിയോളം രൂപയുണ്ടായിരുന്നു, പലവിധ ബാങ്കുകളിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ CMRL എന്ന കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ കോഴ വാങ്ങി എന്ന് പറയുന്നത് പോലെ മറ്റു 11ഓളം കമ്പനികളിൽ നിന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വീണ വിജയൻ കോഴ വാങ്ങിയ കൃത്യമായ കണക്കുകൾ മാത്യു കൊഴുന്നാടൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 2 ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 11ഓളം കമ്പനികളിൽ നിന്നാണ് വീണ വിജയൻ കോഴ കൈപ്പറ്റിയത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ 18 കോടി രൂപയുടെ വരുമാനം ഇവർക്കുണ്ടായത്? എന്ത് തരത്തിലുള്ള വരുമാന മാർഗമാണ് അവർക്ക് വേറെ ഉണ്ടായിരുന്നത്? അതിനുള്ള തക്ക വരുമാനം ഈ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിപ്പോയി എന്ന് കമ്പനികാരി രജിസ്ട്രാർക്ക് നോട്ടീസ് രേഖാമൂലം അറിയിച്ച ഒരു കമ്പനി, അതായത് പ്രവർത്തനം നിലച്ചു പോയ ഒരു കമ്പനിയിൽ നിന്നും 18 കോടി രൂപയുടെ നീക്കിയിരിപ്പ് നിക്ഷേപം ഇവർക്ക് എങ്ങനെ വന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, EDയെ പ്രതിരോധിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്വേഷിക്കാതിരിക്കുന്നത് എന്നുള്ളതും ചോദ്യം തന്നെയല്ലേ? അപ്പോൾ ആ പണം എവിടെ നിന്നു, ആ പണത്തിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവർ അന്വേഷിക്കാത്തത്? അപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള, 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ CPM കാരൻ എന്തിനാണ് വെയിലത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചത്, ED സഞ്ചരിച്ച കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ചത്, EDയുടെ ഡ്രൈവറെ ആക്രമിച്ചത്, ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്, വധശ്രമത്തിന് ഇവർക്കെതിരെ കേസെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പാർട്ടിയിൽ പെടാത്ത ഒരാൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ പിണറായി വിജയന്റെ മകളായ വീണ വിജയന് വേണ്ടി പ്രതിരോധം തീർത്തുവർ രംഗത്തിറങ്ങുമ്പോൾ മുൻപ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, CPMന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ, മൺമറഞ്ഞുപോയ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ പേരിൽ ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ ഇതുപോലെ മകനിലൂടെ അച്ഛനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുമ്പോൾ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടില്ലല്ലോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അന്ന് മകനിലൂടെ അച്ഛനിലേക്കും അച്ഛനിലൂടെ CPMനെ തകർക്കാൻ വേണ്ടിയുള്ള കുൽസിത മാർഗമാണ് കേന്ദ്ര സർക്കാരിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ബിനീഷ് കോടിയേരിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നില്ലല്ലോ, ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ മകളായതിൻ്റെ പേരിൽ ആണ് ഈ സംരക്ഷണം ഇപ്പോൾ കൊടുക്കുന്നത്. അത് ബിനീഷ് കോടിയേരിയോട് കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് എന്നുള്ള തരത്തിൽ ഇപ്പോൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് എന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ മകൾ വാങ്ങിയ ഒരു കോഴ ഇടപാടിൽ CPMകാർ എന്തിനാണ് ചൂട്ടും കത്തിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്, വെയിലത്ത് വന്നിരുന്ന് അവരെന്തിനാണ് ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും 25ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരെയും തൂക്കിയെടുത്ത് പോലീസ് അകത്തിടും. ഭരണം മാറിയ സാഹചര്യത്തിൽ ഇനി ഒരു കാരണവശാലും പിണറായി വിജയന്റെയോ CPMന്റെയോ സഹായം ഈ സഖാക്കന്മാർക്ക് കിട്ടില്ല. മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയെ ആക്രമിച്ച കേസിൽ ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു, വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അംഗങ്ങളായ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഡൽഹിയിലായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേസിന്റെ വിചാരണ തീരുമ്പോൾ ഇവരുടെ പേരിലുള്ള കുറ്റം തെളിയുകയാണെങ്കിൽ എല്ലാവരും തീഹാർ ജയിലിൽ പോയി ഉണ്ടതിന്ന് കിടക്കേണ്ടി വരും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പിണറായി വിജയനും വീണ വിജയനും കുരുക്കുമുറുകുന്നു. ഈ കുരുക്കിൽ നിന്നും ഇവരെ അഴിച്ചെടുക്കുവാൻ വേണ്ടി CPMന്റെ പ്രതിരോധ നിര റോഡിൽ വന്ന് തമ്പടിച്ചുകൊണ്ടോ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.